നമസ്കാരം. ബിഗ് ബോസിലെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചമാതിരി രാവിലെ തുടങ്ങിയില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് തുടങ്ങിയത്. ഇന്ന് കാര്യം ടാസ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുള്ള ഒരു ടാസ്ക്കാണ്. കാര്യം പണിപ്പുരയിലേക്കുള്ള പോയിന്റുകൾ വെച്ച് അവർക്ക് 10 സെക്കൻഡ് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. അതിനുവേണ്ടിയുള്ള അന്ന് പരിപാടിയായിരുന്നു. 5 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. നെവിന് കയറാൻ പറ്റത്തില്ല. ബിഗ് ബോസ് പറഞ്ഞു നെവിനെ വിടണ്ട, നെവിന്റെ ഡിസ്ക്വാളിഫൈ ചെയ്ത കൂട്ടത്തിൽ ഇത് കയറിയത് അങ്ങനത്തുള്ള കൂട്ടത്തിലാണ്. അപ്പൊ നെവിനെ പറ്റത്തില്ല. അത് കഴിഞ്ഞപ്പോൾ അപ്പം പലരും വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ ഷാനവാസ് ക്യാപ്റ്റൻ ആണെന്ന് പറയുന്നു. പക്ഷെ അനീഷ് കയറി അങ്ങ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. അനീഷ് കയറി നിന്ന് ഓരോരുത്തരെ പേര് വിളിച്ച് പിന്നെ അപ്പാടിശരത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർ കൈപൊക്കി. അപ്പോൾ എണ്ണിയപ്പോൾ അപ്പാടിശരത്തിനെ മാറ്റി. പിന്നെ ആര്യന് കൂടുതൽ പ്രിഫറൻസ് ഉണ്ട്. കാര്യം സ്ലിം ആയതുകൊണ്ട് ഓടി കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആര്യന് എല്ലാവരും കൂടുതൽ സപ്പോർട്ട് കൊടുത്തു. ഇതിനും കൈപൊക്കി കയറി. അത് കഴിഞ്ഞ് ജിസേലൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടത്തിലൊക്കെ ആ ബോഡി ലാംഗ്വേജ് വെച്ചാണ് ജിസേലിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ശരി, ഇന്നതൊരു കാര്യമായി. പിന്നെ അനീഷ് സ്വല്പം താന്നിട്ടുണ്ട്. ഇന്ന് പുള്ളി കയറണമെന്ന് പറഞ്ഞതേ ഇല്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, 3 ടാസ്കുകളിൽ പണി ഒന്നും കിട്ടാത്തത് അനീഷിന്റെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ച് അവരും തോന്നിയൊരു നിർബന്ധ ബുദ്ധിയാണ്. ഇപ്പൊ അതൊക്കെ മാറി അനീഷ് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. അനീഷ് ഇവരെ പറഞ്ഞു വിടാനുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു ഇന്ന് കണ്ടത്. ക്യാപ്റ്റൻ പുറകെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടെങ്കിലും പുള്ളി കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അങ്ങനെ 3 പേരെ ആയി. അത് കഴിഞ്ഞപ്പോൾ റെന ഫാത്തിമയും പിന്നെ ആരായിരുന്നു 3 പേര് വന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും 2 പേരെയും കൂടെ സെലക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ആ ഒരു ഇത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞു, ഈ 1000 പോയിന്റും പുറത്തു പോയ കഴിഞ്ഞ ദിവസം 2 പേര് നമ്മൾ കാരാഗ്രഹത്തിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ, ശാരികയും പിന്നെ ഒനിയിലും. 2 പേര് കാരാഗ്രഹത്തിലാണ് ഇപ്പം. അപ്പം അവരുടെ പോയിന്റോട് ഇവർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 1500 പോയിന്റിന്റെ സാധനം 10 സെക്കൻഡ്. ആകെപ്പോടെ തർക്കമായി. 5 പേരോട് ഇടിച്ചു കയറുവാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ബിഗ് ബോസിന്റെ ഒരു തന്ത്രം പാളിയിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? എന്തായാലും സൗഹൃദത്തിലായിരുന്നു. ഇന്ന് വിചാരിച്ച് എല്ലാവരും അടിപ്പിക്കാന്ന് ബിഗ് ബോസ് കരുതെങ്കിൽ ബിഗ് ബോസിന് തെറ്റി. അപ്പം എന്ത് ചെയ്തു? 2 പേര് ഡോറ് തുറക്കുക, പിന്നെ ബാക്കി 3 പേര് കയറുക. അപ്പം അത് പ്രാക്ടിക്കലി നല്ലതാണ്. അല്ലെങ്കിൽ ഈ 5 പേരുടെ കയറാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കുന്തോ ഇന്ന് കിട്ടത്തില്ലായിരുന്നു. ഇന്ന് അവര് നിരാശയുടെ വീണ്ടും ഒരു ദിവസമായി മാറിയന്. അങ്ങനെ ഇന്ന് പറഞ്ഞതിനൊക്കെ ഒരു ആശയ രൂപീകരണം അവിടെ നടന്നു. അതുകൊണ്ട് തന്നെ കാര്യം കുറച്ചുകൂടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശന്ന് കിടക്കുക. അതിനകത്ത് ഒരു തക്കാളിയും മസാല ഒന്നുമില്ല. അങ്ങനെയൊക്കെ കുറെ പൊട്ടറ്റ്, ഇങ്ങനെ കുറെ റൈസും ഇതൊക്കെ കൊണ്ട് ചുമ്മാതെ കുറെ പെരട്ട. അതിനകത്ത് മസാല ഐറ്റംസ് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഇതിനകത്തിലെ ഈ ആൾക്കാരുടെ ഇവരുടെ ഒരു മെന്റൽ ഇതാണ് നോക്കുന്നത്. ഈ ഫുഡില്ലാതെ വന്നാൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും? അത് ഇതുപോലെ ജീവിതത്തിൽ ഇവരൊക്കെ നമ്മളെ സുഖലോലുപരാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഈ ഒരു അവസ്ഥയും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും കഴിയാൻ പറ്റുന്ന ഇതിനകത്ത് ഇന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് കുറെ കാര്യങ്ങൾ ഈ കണ്ടസ്റ്റൻസിന് അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിതത്തിലും കിട്ടും. അത് തർക്കമൊന്നുമില്ല. ഇവര് ഗപ്പാരും നേടണമെന്നുള്ളതല്ല. ഗപ്പ് നേടുന്നതിന് ഉപരി ഇവർക്കെല്ലാം, ഞാൻ ബിഗ് ബോസിൽ കിടന്നപ്പോൾ തുച്ഛമായ ഫുഡാണ് കഴിയുക. ആകെപ്പാടെ ഇത്രയുള്ള പപ്പടം മുതലുള്ള 2 ദോശയൊക്കെയാ. അത് തന്നെ അടിവെച്ച 1 മതി 2 മതി എന്നും പറഞ്ഞൊക്കെ രാവിലെ അടി. ഇന്നലെ ആണെങ്കിൽ പിന്നെ ജിസൈലിന്റെ അനുമോളും കൂടെ വേറെ അടിയുടെ വക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് ഒരു സൈഡിൽ അങ്ങനെ ഓരോ ദിവസവും ചൊറിച്ചിലൊന്നും ഒരു കുഴപ്പമില്ല. ജിസൈൽ ശരിക്കും കളിക്കുന്നുണ്ട്. ജിസൈൽ ഇച്ചിരി തന്ത്രപരമായി അനീഷിനെയൊക്കെ മനസ്സിൽ കണ്ട് അനീഷിന്റെ ഒക്കെ ആ ഒരു പോളിസി എടുക്കുന്നുണ്ട്. കാര്യം പ്രൊവോക്ക് ചെയ്യുക, കളിപ്പിക്കുക. അനുമോളും ഒട്ടും മോശമല്ലാതെ കയറും. ലേഡീസിൽ അവർ 2 പേരാണ്. ബാക്കിയുള്ള എല്ലാം രേണുസുതിയൊക്കെ എങ്ങനെ ഇപ്പൊ ഉണ്ട് പുറകില്. എന്തായാലും പറയുമ്പോൾ ഇടയ്ക്ക് ഒരു ഡയലോഗ് വിടും. ലിൻസി വലിയ കുഴപ്പമില്ല. പക്ഷെ ഇന്നൊന്നും വലിയ ഇതൊന്നും കണ്ടില്ല. ശാരിക വെളിയിലാണല്ലോ.
എന്തായാലും ശരി, എല്ലാരും കൂടെ ബിഗ് ബോസ് പറഞ്ഞു വെളിയിൽ വാ. ലിവിംഗ് റൂമിൽ നിന്ന് വെളിയിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഈ എല്ലാരും കൂടെ വീണ്ടും അങ്ങ് ചർച്ചകളാ. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ബിഗ് ബോസ് പലപ്പോഴും പറഞ്ഞു നിങ്ങൾ ഈ ഇത്രയും സമയം എന്തിനാ എടുക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ 10 സെക്കൻഡ് സാധനമൊന്നും കിട്ടാതെ നല്ല അവസ്ഥ. വീണ്ടും ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, ഫുഡ് ഐറ്റംസ് ഇതെല്ലാം എടുക്കണം. അപ്പം പിന്നെ 10 സെക്കൻഡിനകം കയറി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാമെന്ന് പറയുന്നു. അന്നേരം ക്യാപ്റ്റൻ പറയുന്നു മറ്റുള്ളവർ പാസ് ചെയ്യരുത്, അത് ഫൗളാവും, അതുകൊണ്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മറ്റേ ബോക്സിൽ വെക്കണം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും 10 സെക്കൻഡ് കഴിഞ്ഞ ദിവസം അനീഷ് 7 സെക്കൻഡാണ് അത്രയും ദൂരെ ഓടുന്നതിന് എടുത്തത്. പിന്നെ 10 സെക്കൻഡ് ഇത്രയും സാധനം എടുത്ത് ബോക്സിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ എന്നൊക്കെ ശരിക്കും ഒരു പ്രാക്ടിക്കലി നടക്കാത്ത ഒരു പരിപാടിയായിട്ട് ഡിസ്കഷൻ വന്നപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടു. അവർക്കൊരു ആശ്വാസം കൊടുത്തു. നിങ്ങൾ വെളിയിൽ ഇറങ്ങിയാൽ മതി, ബോക്സിൽ ബെസറടിച്ചതിന് ശേഷം വെച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ഇവർക്ക് ആത്മവിശ്വാസം പറഞ്ഞു. അപ്പൊ അത്രയും കൂടെ ഒരു സാധനങ്ങൾ എന്തെങ്കിലും കളക്ട് ചെയ്യാനും. എന്തായാലും ശരി, 2 പേര് ഡോറ് തുറന്നു വെച്ചു, ബെസറടിച്ചു, ഓടിപ്പോയി പെടാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവര് വെളിച്ചാടി. ചാടും കാര്യം, ഫുഡ് ഐറ്റങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഇന്ന് കിട്ടിയില്ലെങ്കിൽ നടക്കത്തില്ല. അവിടുന്ന് പിന്നെ ഈ സാധനങ്ങളൊക്കെ കൂടെ നോക്കിയപ്പോൾ 10,000 പോയിന്റുകളുണ്ട്. പിന്നെ ചീസ് ഉണ്ട്, മട്ടൺ ഉണ്ട്, പിന്നെ ഗ്രീൻ ലീവ്സ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ ചാറ്റ് മസാല ഉണ്ട്, പിന്നെ ഡ്രസ്സുകൾ ഇവരുടെ ഓരോരുത്തർ, അനീഷിന്റെ ചെരുപ്പുണ്ട്. അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ചിലരുടെ ചുരിദാർ, ടോപ്പുണ്ടെങ്കിൽ ചുരിദാറിന്റെ ഇതില്ല. അങ്ങനെയൊക്കെ ഉള്ള കുറെ ഐറ്റംസ് തർക്കവും ഒക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കിട്ടിയ 1500 പോയിന്റിന്റെ സാധനങ്ങൾ എടുക്കും. ഇത്രയും സമയം നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾ സാധനം എടുക്കാൻ പറഞ്ഞു. അപ്പം ക്യാപ്റ്റൻ എന്ത് ചെയ്തു, ഒരാളെ കൂടെ ഹെൽപ്പിന് വിളിച്ചു. ബിഗ് ബോസ് പറഞ്ഞു ഒരാളോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ആര്യൻ പോയി ഷാനവാസിനെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ നിന്ന് കണക്ക് കൂട്ടാൻ ഒരു സൈഡില് തെറ്റിക്കുന്നു, കൂട്ടുന്നു, മറിച്ച് ഇടുന്നു എന്ന് വേണ്ട. അപ്പം ഓരോരുത്തർ പറഞ്ഞു മാറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഡ്രസ്സുകളാ കൂടുതലും മാറ്റം ചെയ്തത്. കാര്യം ഒരു ജോഡിയുടെ പകുതി ഡ്രസ്സ് കിട്ടിയാൽ അതിടാൻ ബിഗ് ബോസ് അനുവദിക്കത്തില്ല. അപ്പം ബിഗ് ബോസ് ശരി പണിയാണ് ഇത് നടക്കുന്നത്. എന്തായാലും ശരി, ടോട്ടൽ എല്ലാം കൂടെ കൂട്ടി വന്നപ്പോൾ 1500 മേളിൽ പോകാൻ പറ്റത്തില്ല. 5 പോയിന്റ് മേളിൽ പോകാൻ പറ്റത്തില്ല, 1 പോയിന്റ് മേളിൽ പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്തു, കണക്ക് കൂട്ടി വന്നപ്പോൾ എല്ലാം അങ്ങോട്ട് കൂട്ടിക്കഴിച്ച് 1465 പോയിന്റിനുള്ള സാധനങ്ങൾ കിട്ടി. അപ്പം അത്യാവശ്യം പിന്നെ മട്ടനും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടി. അപ്പൊ പറഞ്ഞു വെജിന്റെ എന്തെങ്കിലും എടുക്കണം, എല്ലാവരെയും സമത്വമായിട്ട് കാണുന്ന കാര്യം പറഞ്ഞുണ്ട്. കുറെ ചീസോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഇന്ന് അവർക്കൊരു സന്തോഷത്തിന്റെ ദിനം ഉള്ള ടാസ്ക് ആണ്. വലിയ ടാസ്ക് എന്നൊന്നും ഇതിന് പറയാൻ പറ്റത്തില്ല. അവരുടെ ഫുഡ് കൊടുക്കുന്നത് പോലും ടാസ്ക് വഴിയാണ്. എല്ലാം ഇതിന്റെ 2-3 സ്റ്റേജുകൾ കഴിയുമ്പോൾ തന്നെ ഇവർക്ക് കുറേ ഐറ്റംസ് അകത്തേക്ക് വരുള്ളൂ. അത് ഇനിയും ഇപ്പൊ 4ാമത്തെ ടാസ്ക് ഈ ആഴ്ചയിലെ 4ാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയൊന്നും ഉച്ചരിഞ്ഞുള്ള മറ്റ് വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ കാണാം. ഞാനിതൊന്നും എഴുതി വെച്ചൊന്നും പറഞ്ഞതല്ല. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചിലപ്പോൾ പോയിന്റിന്റെ പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ശ്രദ്ധിക്കാം. ഇന്ന് ആകെ ടയർഡാണ്, പനി അടിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.